അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളുടെ 9 മാസത്തെ ലോങ് ജേർണി ഓൾമോസ്റ്റ് അവസാനിക്കാറായി. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു മെമ്മറീസ്, ആദ്യം മുതലുള്ള കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസായും വീഡിയോസ് ആയിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഹോസ്പിറ്റലിലെ മെയിൻ എൻട്രൻസിൽ ഫ്രണ്ട് ഡെസ്കിൻ്റെ അടുത്ത് ഈ മ്യൂസീഷ്യൻസ് ഇരുന്ന് ഇതേപോലെ ഇങ്ങനെ പാട്ടുകൾ പ്ലേ ചെയ്യാറുണ്ട്. കൂടുതലും പഴയ മെലഡി സോങ്സ് ആണ്. അത് കൂടാണ്ട് നമ്മൾ എന്ത് പാട്ട് റിക്വസ്റ്റ് ചെയ്താൽ അവരത് നമുക്ക് വേണ്ടി വായിച്ചു തരും. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലേറ്റ് ആകുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് പാട്ടുകൾ കേൾക്കാറുണ്ട്. ഈ മ്യൂസീഷ്യൻസ് ഇരുന്ന് പാട്ട് പാടുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ട് റെഡ് ബബിൾ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ ഞങ്ങൾ അവിടെ നിന്നാണ് കോഫിയും സ്നാക്സൊക്കെ കഴിക്കാറ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ പേസ്ട്രീസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണെല്ലാം. എന്തെങ്കിലും സംസാരിക്കണം. നോക്കടാ ചാരു, ഡോക്ടർ എന്ത് പറഞ്ഞു? ഇനി 19-ാം തീയതി ചെക്കപ്പ്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഫൈനൽ ചെക്കപ്പ്. ഇനി 25-ാം തീയതി അഡ്മിറ്റ് ആവണം. ഓക്കെ, അപ്പൊ ഇനി സ്കാനിങ് ഒന്നും ഇല്ലേ? ഇല്ല, സ്കാനൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സെറ്റപ്പോ ഓരോ കൺസൾട്ടേഷനിൻ്റെ ബി പിയും വെയിറ്റും ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് CTG ടെസ്റ്റുള്ള ദിവസമായിരുന്നു. അത് ഇച്ചിരി ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് നേഴ്സ് പറഞ്ഞു പോയി ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പം ഞാനും ചേട്ടനും അമ്മയും കൂടി ചായ കുടിക്കാനായിട്ട് കഫേയിൽ പോയി. അപ്പം ചുമ്മാ എടുത്ത വീഡിയോ ആണിത്. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്ന ടെസ്റ്റാണ് CTG ടെസ്റ്റ്. അപ്പോൾ അന്നേരം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനെയോ നമ്മുടെ സ്വന്തം അമ്മേനെയോ അകത്ത് കയറ്റാം. ആ സമയത്ത് ചേട്ടനെടുത്തൊരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് March 19th, ഇന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് കൺസൾട്ടേഷൻ. അപ്പോൾ ഡോക്ടറെ കണ്ടു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, CTG ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി March 25th വന്ന് ഡയറക്റ്റ് അഡ്മിറ്റ് ആയാൽ മതി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ളൊരു ലേക്ക് ഉണ്ട് ചെറിയ. അതിൻ്റെ സൈഡിൽ തന്നെ അവർ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസിന് സത്യം പറഞ്ഞാൽ ഇതൊരു ചിൽ ഔട്ട് സ്പേസ് ആണ്. അപ്പം ഞങ്ങളും ഡോക്ടറെ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇത് നല്ല രസമാണ് ഇതിൻ്റെ വ്യൂ കാണാനായിട്ട്. ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഈ ലോണിലൊക്കെ അവർ ഇഷ്ടം പോലെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റാഫുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് കണ്ടില്ലേ, അവിടെയൊക്കെ കിളികൾക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം അവർ വെച്ചിട്ടുണ്ട്.
ഡെലിവറി കഴിഞ്ഞ് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ചെടിയുടെ തൈ തരും. ഞങ്ങൾക്ക് കിട്ടിയത് തായ്ലൻഡ് ചാമ്പയുടെ തൈയായിരുന്നു. വൈകിട്ട് ഒരു 5-5:30 ആയപ്പോൾ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളം തൊട്ട് തൃശ്ശൂർ വരെ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ജേർണി ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ നല്ല ലേറ്റായി. രാത്രി ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അങ്ങനെ പുതിയൊരാൾ കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.